ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിൽ ഇറാനി സൂക്കിലാണ് ഉള്ളത്, സൂക്ക് വഖഫ്. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം ഏകദേശം 10:30 മണിയായി. അപ്പോൾ ഇടിങ്ങനെ വന്നിങ്ങനെ ഇരിക്കലാണ്, ഇടിങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇന്ന് വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ സുഹൃത്ത് നമ്മുടെ റൈഡർ റഷീദ്, യൂട്യൂബർ റഷീദും ഉണ്ട്. അവനെ കാത്തുനിന്ന് ഏകദേശം 2 മണിക്കൂർ അവനെ കാത്തു നിന്നിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അവൻ ഫോൺ വിളിച്ചിരുന്നു. അവൻ്റെ താമസം അസീസിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിക്കൂർ എന്നെ പോസ്റ്റാക്കി ഗൈസ്. അപ്പോൾ അതാ അവന് ഇവിടെ തന്നെ ഉണ്ട്. ഇതാ റഷീദ് രായി വീഡിയോ പറഞ്ഞോ. നമുക്ക് ഈ സൂക്കിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചു കൊടുക്കാം അല്ലേ? ചൂക്കിന്റെ ഭാഗം കാണിക്കാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഈ ചെങ്ങായിനോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ആസിഫും കൂടെ ഒരു പ്രാവശ്യം വന്നിട്ട് ഈ ചെങ്ങായിന്റെ ഫോണ് ബിസി, എപ്പം വിളിക്കുമോ ബിസി, ഓൻ വെയിറ്റിംഗ് ആക്കാണ്ടിരുന്ന്. ഇവ സംസാരിക്കൽ 1 മണിക്കൂറല്ല, നമ്മൾ ഇവിടെ വന്നിട്ട് ഇവന്റെ ബിസി എപ്പാ കഴിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ കാത്തു. എന്നിട്ട് ഞാൻ ഇവനോട് ദേഷ്യം പിടിച്ച് ഇറങ്ങി പോയിട്ട് വീണ്ടും നടന്നിട്ട് വന്നതാണ്. ഇനി എന്തായാലും നമുക്ക് സൂക്കിന്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. അത് മുഫീദ് ആയിരുന്നു വിളിച്ചത്, നമ്മളെ മുഫീദ്. അപ്പോൾ ഇതാണ് സൂക്ക് വഖഫിന്റെ കാഴ്ചകൾ. ഇസ്മായിൽ എൻ്റെ കയ്യിൽ തന്ന ഫോണ്. അത് അൽഫർദാന്റെ മുകളിൽ കൊടി നോക്ക്, നമ്മുടെ ട്രംപ് വരുന്നതുകൊണ്ട് അവരെ ഫ്ലാഗ് ഇതാക്കിയതാണ്. നേരെ ഇപ്പറുള്ളതെന്ന് പറഞ്ഞാൽ ഫനാർ മസ്ജിദ്. ഇതാണ് സൂക്ക് വഖഫിലെ വലിയൊരു അട്രാക്ഷൻ. കാരണം എന്ന് പറഞ്ഞാൽ സൂക്ക് വഖഫിൽ വന്നവർ ഇത് ഫോട്ടോ എടുക്കാണ്ട് ഈട് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാണ്ട് പോകില്ല. ഓക്കെ, ഇസ്മായിലിൻ്റെ അല്ലോ തിളങ്ങുന്നു. സൂക്ക് വഖഫിൽ രാത്രി ഏകദേശം 10:30 ആയി. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. കാരണം കടകളെല്ലാം ഓൾറെഡി ഓൾമോസ്റ്റ് ക്ലോസ് ആക്കി. ഇനി കുറച്ച് ഏകദേശം നാളെ ഇപ്പം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും സൂക്ക് വഖഫിൽ. വൈകുന്നേരം സമയം വരണ്ടേ. ഇപ്പം നല്ല ചൂടാ പകലെങ്കിലും, രാത്രി നല്ല തണുപ്പുണ്ടല്ലേ? രാത്രി നല്ല കാലാവസ്ഥ, നല്ല അടിപൊളി കാലാവസ്ഥയാ. ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. അടിപൊളി സുഖമാണ്. ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അവർ ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല ഇങ്ങനെ തണുപ്പ് ഉണ്ടാവണം. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസം ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂട്. നല്ല മഴയും. സൂക്ക് വഖഫിന്റെ ഉള്ളൊന്നും ഇപ്പൊ നമുക്ക് കൂടുതൽ കാണിച്ചു തരാൻ കഴിയില്ല, കാരണം എല്ലാം ഓൾറെഡി ക്ലോസ് ആക്കി. ഉള്ളിലുള്ള നല്ല കുറെ പക്ഷികളും ഒരേ ഏരിയ പക്ഷികൾ, ഒരേ ഏരിയ എന്താ പറയാ, കുറെ എന്തെല്ലോ സംഭവങ്ങളുണ്ട് ഉള്ളില്. വെള്ളം മേടിച്ചോ? വെള്ളം മേടിച്ചു. ശരി, എനക്കൊരു പെപ്സി വേണം കുടിക്കാൻ. ഒരു ഡ്യൂ മതി. ഡ്യൂവും പെപ്സി എല്ലാം കിടക്കണ്ടേ? വെള്ളം പോരാ എനക്ക്. ഇത് വേണോ? ഡ്യൂ വേണോ? ഡ്യൂ വാങ്ങിക്ക. ഡ്യൂ നിർബന്ധ. അതല്ല പെപ്സിയാണ്. പെപ്സി പെപ്സി കാണിക്ക്. പെപ്സി കാണിച്ചോ? വിശക്കുന്ന സീറ്റെല്ലാം അടിപൊളി തന്നെ. അങ്ങനെ ഷോപ്പിൽ വന്നതാണ്. ഷോപ്പിൽ വന്നിട്ട് വെള്ളം കുടിക്കാൻ കഴിയും, പക്ഷെ വെള്ളം കിട്ടിയില്ല. അവസാനം ഒരു പെപ്സി മേടിച്ചു. കുറച്ച് ഞാൻ കുടിച്ചു, ബാക്കി റഷീദ് കുടിക്കണം. അവിടെ വെള്ളമില്ല അത്ര. റഷീദെ, പെപ്സി നല്ലതാണോടാ കുടിക്കുന്നത്? ഇടക്ക് കുടിക്കാം അല്ലേ? ശരിയെന്ന്. വെള്ളം കിട്ടിയില്ല, ഇപ്പൊ കിട്ടാണിപ്പോ എന്ത് ചെയ്യാല്ലേ? ഇടക്ക് പെപ്സി കുടിക്കുക. ഞാൻ ഈ പെപ്സി സത്യം പറഞ്ഞ പെപ്സി ഇടിയൊന്നും കുടിക്കലില്ല, എനിക്ക് വെള്ളം തന്നെ ഇഷ്ടം. അതെ അതെ, പെപ്സി പിന്നെ കുടിച്ചോണ്ടിരിക്കേണ്ടി വരും. അതെ അതെ. ഒരു സമയത്ത് രാവിലെ എണീക്കുമ്പോ ഡ്യൂ ഇല്ലാണ്ട്, ഡ്യൂവും ഒരു ബന്നും ഇല്ലാണ്ട് നമുക്ക് രാവിലെ എണീച്ചു കഴിഞ്ഞാല് ചായ എല്ലാം വേണ്ടത്. ഡ്യൂ ഒരു ബന്നും അത് നിർബന്ധമായിരുന്നു മുന്നേ. പിന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് എയർപോർട്ടിൽ വരുമ്പോൾ ഞാൻ പറയാം ഒരു ഡ്യൂ മേടിച്ചിട്ട് തന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഡ്യൂ ഭയങ്കര വ്യത്യാസമുണ്ട്, ഇവിടുത്തെ ഡ്യൂ ഭയങ്കര ഡ്യൂ. റഷീദ്, നമുക്ക് ഇവിടെ സൂക്കിന്റെ അടുത്ത് അരോമ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയാലോ? അവിടെ നമ്മളെ സുഹൃത്തുണ്ട് സലാം ഭായി, അവിടെ പോവാ.
ഇല്ല, നമ്മുടെ സുഹൃത്തുണ്ട് സ്ഥലം പോയി അവിടെ നമുക്ക് പോയ നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല ഭക്ഷണം മുന്നേ കഴിച്ചിട്ടുണ്ട്. ആരോ കോൾ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. അങ്ങനെ സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം 11 മണിയായി. ഇന്ന് ബുധനാഴ്ചയാണ്. ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഈ ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ കൂടുതലും ഷോർട്സാണ് ഇടല്. അപ്പോൾ ഇന്ന് റഷീദിനെ കിട്ടിയപ്പോൾ അങ്ങനെ ലോങ് വീഡിയോ ഇടാന്ന് വെച്ചാൽ കുറച്ച് സൂക്കിലെ കുറച്ച് കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിന്റെ ഉള്ളിൽ പോയാൽ ലോങ് വീഡിയോ എടുത്തത് ഷോർട്സ് തന്നെ മടിയാണ്. ഷോർട്സ് വീഡിയോ തന്നെ എന്താ പറയാ, ഇടണ്ട പോലെ നല്ല ഇടുന്നു. സൂക്കിന്റെ ഉള്ളിൽ പോയാല് കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. ഇൻഷാല്ല ഞാൻ പിന്നെ ഒരു ദിവസം പിന്നെ അല്ല നമ്മള് നല്ലൊരു ക്യാമറ ഒക്കെ മേടിച്ചിട്ട്, ഇതിപ്പോ ഇതിപ്പോ ഒരു സാംസങ്ങിന്റെ ചെറിയ ഫോണാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു ക്യാമറ ഒക്കെ മേടിച്ചിട്ട് ഞാൻ ഇറാനി സൂക്കിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച് നേരെ റൂമിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനും റഷീദും ദോഹ അരോമ റെസ്റ്റോറന്റ്. ദോഹയിലെ അരോമ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാല് നമ്മളെ സ്റ്റേഡിയത്തിന്റെ അടുത്ത്. പോയി നോക്കാം. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡാണ്. നമ്മള് കഴിച്ചതല്ലേ, നമ്മൾ മുന്നേ കഴിച്ചതല്ലേ. ഫുള്ള് വേർപ്പിക്കലാണ്. ഓ, അങ്ങനെ നമ്മള് ദോഹ അരോമ റെസ്റ്റോറന്റിൽ എത്തിയല്ലേ. ഇതാണ് അരോമ റെസ്റ്റോറന്റ്. പാർക്കിംഗ് ഇല്ല, അതാണ് ഇപ്പൊ പ്രശ്നം. അങ്ങനെ നമ്മള് അരോമ റെസ്റ്റോറന്റിലെത്തി. നല്ല തിരക്കുണ്ട് ഇപ്പൊ ഇവിടെ. ഭക്ഷണം വന്നിട്ടുണ്ട്. റഷീ, ചിക്കൻ അല്ലേ? റഷീദ് ഇതാ ഇന്നലെ ഈറ്റർ ചിക്കൻ, ഇന്ന് അരോമ ചിക്കൻ. ഓഹോ, ഇതൊന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാനും റഷീദും ഭക്ഷണം കഴിച്ചു അരോമ റെസ്റ്റോറന്റിൽ നിന്ന്. ഇനി റഷീദിനെ മെട്രോ സ്റ്റേഷനിൽ ഇറക്കി വിടണം. ഇവിടെ മെട്രോ 1 മണി വരെ ഉള്ളൂ. ഇപ്പോ 12:05. എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവേ. ഞാൻ ഇത് കൂടുതലായിട്ട് ലോങ് വീഡിയോ അങ്ങനെ ചെയ്യലില്ല. ഞാൻ ഷോർട്സ് ആണ് ചെയ്യല്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ തെറ്റുകളെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാം നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റഷീദിനെ മെട്രോയില് അവിടെ ഇറക്കി വിടണം. ഇവിടെ ദോഹയിൽ തന്നെ. ഓക്കെ, ബൈ ബൈ. ഇനി എന്നാ കാണുവാ? 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലേ? നീ അങ്ങോട്ട് വാ. ഞാൻ നോക്കട്ടെ, നാളെയോ മറ്റന്നാളോ. ഇതാണ് മെട്രോ സ്റ്റേഷൻ. റഷീദ് എന്നാ പോയിക്കോ, സമയം 12:10. ഓക്കെ, പോയി കടന്നു. നീ അങ്ങെത്തിരി മെസ്സേജ്. ഓക്കെ.